ട്രാൻസ്ലേറ്റ് ചെയ്തും ചർച്ച നടത്തിയും അസ്തിത്വ ദുഃഖം അനുഭവിച്ച് ഓടെ നടന്ന് പാട്ടുപാടിയും കവിതപാടിയും നമ്മൾ ആ ഉത്തരവാദിത്വം അവസാനിപ്പിച്ചു. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ അസ്തിത്വ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജനത ലോകത്തിലുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ്, ഈ കാലഘട്ടത്തിലാണ്. എനിക്കതിലൂടെ ഞാൻ ആരാണ് തിരിച്ചിരുന്ന് എന്റെ വീട് അവിടെ ഉണ്ടാവുന്നത്. കാരണം ഞാൻ അഭിപ്രായം പറയുന്ന ആളാണ്. എന്റെ വീട്ടിൽ എന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിലേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് താമസിച്ച വീട്ടിൽ നാളെ താമസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ മിണ്ടുന്ന ഓരോരുത്തരുടെയും പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ഇതാണ്. എന്നെ എപ്പോഴാണ് യുവിയെ പിടിക്കുക സംഘടനയിൽപ്പെട്ട് എന്നെ കാണുന്നു. അതെന്റെ അമ്മയാണ്. സങ്കടം വരുമ്പോൾ എനിക്കത് പറയുന്നു. എനിക്കറിയില്ല. ഞാൻ പുസ്തകം വായിക്കുന്ന ആളാണ്. പുസ്തകം പലപ്പോഴും ബാഗിൽ ഉണ്ടാവാറുണ്ട്. എനിക്കിഷ്ടമില്ലാത്തതിനെ കുറിച്ചും എന്നെ വേദനിപ്പിക്കുന്നതിനെ കുറിച്ചും തുറന്ന് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാനിപ്പോ ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ പെടുന്ന ആളാണ്. ഞാനിവിടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ബാലസംഘവും SFI ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഞാനായി നിൽക്കാനാണ് ഇഷ്ടം. എന്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഇഷ്ടം. കാരണം എന്റെ ചിന്ത, എന്റെ അഭിപ്രായം, എന്റെ ആലോചന അതിൽ നമുക്ക് വേറിട്ടതാണ്. ഞാൻ മനുഷ്യരെയാണ് കാണുന്നത്, കക്ഷികളെ രാഷ്ട്രീയത്തിനുമല്ല. ഞാൻ മതങ്ങളെയല്ല കാണുന്നത്, അതിൽ പുഴയുന്ന ഗതികെട്ട മനുഷ്യരെയാണ്. ജാതികളെയല്ല കാണുന്നത്, അതിൽ നിരാലംബരായ ഒഴിവാക്കി എഴുന്നേറ്റെന്ന് വിചാരിച്ച് ഭരണകൂടവും അതിന് മുകളിലുള്ള മതക്കാരും ജാതിക്കാരും പാർട്ടിക്കാരും ചേർന്ന് തളച്ചിടുന്ന സാധാരണ മനുഷ്യരെയാണ് കാണുന്നത്. അപ്പൊ അവരെ കുറിച്ച് സംസാരിക്കാൻ, അവർക്ക് വേണ്ടി വൊക്കാബുലറി ഉണ്ടാക്കാൻ, അവരെ പൊളിറ്റിക്കലായി അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ല എന്ന തിരിച്ചറിവാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത്. എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭയമില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമുക്കുണ്ടാകേണ്ടത് നമ്മളെ കുറിച്ചുള്ള ചിന്തയാണ് ഏറ്റവും ആദ്യം. ഇപ്പൊ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുണ്ട്, പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു നിലയിൽ നിർത്തിക്കൊണ്ടുവരിക എന്നത്. അത് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ആ ഒരു ശൃംഖല വളരെ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിങ്ങാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിൽ പെട്ടുള്ള അല്ലേ, അല്ലേ, ആ പാർട്ടിയിലെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പാർട്ടിയിൽ പെട്ടുള്ള ഈ പാർട്ടിയിലെ ജാതിക്കാരനെ പറഞ്ഞാൽ ആ ജാതിയിൽ പെണ്ണുങ്ങളെ ചേർക്കുക, മറ്റേ മതക്കാരനെ പറഞ്ഞാൽ അതിലെ പെണ്ണുങ്ങളെ ചേർക്കുക. അപ്പൊ പെണ്ണുങ്ങളെ ചെറുത പോലെയായിട്ടുണ്ട് കേരളത്തിൽ.